ശ്രീനാരായൺ നമ്പൂതിരി, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന തുടർന്നാൽ എന്താകണം കേരളം എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് തോന്നുന്നു. പ്ലാൻ ബി ആലോചിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചതെങ്കിലും എന്തായിരിക്കാം കേരളത്തിൻ്റെ പ്ലാൻ ബി എന്നത് സംബന്ധിച്ച് താങ്കളുടെ അനുമാനം എന്താണ് ശ്രീനാരായൺ നമ്പൂതിരി? ഈ ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ കേരളമെന്ന് കേട്ടാൽ ചോര തിളയ്ക്കുന്നത് ഈ കടത്തിൽ മുക്കിയ ഒരു കേരളത്തിൻ്റെ ഭരണാധികാരികളെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഈ കടമാണ് ഞങ്ങളുടെ മൂലധനം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ഈ ഭരണകൂടം മാറിയിരിക്കുന്നു, പാർട്ടി. എന്താണെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ശ്രീനിവാസൻ സാറിനെ അടിച്ച ആളുകൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് മാപ്പ് പറയണം. വിദേശ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയ ആളായിരുന്നല്ലോ ടി പി ശ്രീനിവാസൻ. അന്ന് തിരുവനന്തപുരത്ത് ഓടിച്ചിട്ട് അടിച്ചല്ലോ SFIക്കാർ. ഇന്ന് ബജറ്റിൽ, കേരള ബജറ്റിൽ വിദേശ സർവകലാശാലകൾ, സ്വകാര്യ സർവകലാശാലകൾ, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് എല്ലാം തുറന്നു കൊടുക്കുന്നു എന്ന തരത്തിലേക്ക് ഈ ബജറ്റിൽ മാറ്റം വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവിൽ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം മാറ്റി പറയുകയാണ്. അപ്പോൾ പ്ലാൻ ബി എന്ന് പറയുന്നത് കമ്മ്യൂണിസ കൺസെപ്റ്റ്, വികസന കൺസെപ്റ്റ് ശരിയല്ല. ഒരു ലോകമെല്ലാം എല്ലാവർക്കും എല്ലാം തുറന്നു കൊടുത്തുകൊണ്ടുള്ള എന്താ പറയണ്ടേ, ബഹുരാഷ്ട്ര കുത്തകകളെ കുറ്റം പറയുകയും ബഹുരാഷ്ട്ര കുത്തകകളെയും ബഹുരാഷ്ട്ര വിദ്യാഭ്യാസ സംവിധാനങ്ങളെയും കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പായിരിക്കാം ഈ പ്ലാൻ ബി. ഒന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് പ്ലാൻ എയിൽ പറയുന്ന കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറഞ്ഞ് ഏതാ ഞെരുക്കിയത്? ഈ പ്രഖ്യാപിച്ച ബജറ്റ് പ്രഖ്യാപനത്തിലെല്ലാം കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. റോഡ് വികസനത്തിൻ്റെ, തൊഴിലുറപ്പ് പദ്ധതിയുടെ, ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൊണ്ട് പോകുന്നതാണല്ലോ. അതല്ലാതെ കേന്ദ്ര പദ്ധതികൾ, ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം വന്ന് 4000 കോടി രൂപയുടെ പദ്ധതികൾ ആരംഭിക്കാൻ പ്രഖ്യാപിച്ചു. അതൊക്കെ തന്നെയല്ലേ വന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കേരളത്തിൻ്റെതായ എന്ത് ഇൻവോൾവ്മെൻ്റ് ഉള്ളത്? ഇപ്പം ബജറ്റിൽ പറഞ്ഞിരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും കേന്ദ്ര പദ്ധതികളെക്കുറിച്ച്. അപ്പം കേന്ദ്ര പദ്ധതികളുടെ ഒരു പുനരാവിഷ്കാരം, അതിൻ്റെ ലോഗോ ഇടാതെ, അത് മാർക്ക് ചെയ്യപ്പെടാതെ ഒരു പുനരാവിഷ്കാരം എന്നുള്ളതിനും അപ്പുറം ഈ ബജറ്റിൽ ഇപ്പോൾ പഴയ നമ്മുടെ രതിനിർവേദം എന്ന് പറയുന്ന സിനിമ പണ്ട് ജയഭാരതി അഭിനയിച്ചത് കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് നമ്മുടെ ഭരതൻ്റെ മകൻ പുനർനിർമ്മിച്ചതുപോലെ ഒരു പുനർനിർമ്മാണം നടന്നു എന്നുള്ളതല്ലാതെ, പുനരാവിഷ്കാരം നടന്നു എന്നുള്ളതല്ലാതെ, പുനരവതരണം നടന്നു എന്നുള്ളതല്ലാതെ ഈ ബജറ്റിൽ എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? ഇപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷനെ കുറിച്ച് സുനിൽ സൂചിപ്പിച്ചു, പ്രിയപ്പെട്ട സുനിൽ സാറേ. കഴിഞ്ഞ ബജറ്റിൽ ഇത് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ പെൻഷൻ നിർത്താൻ പോവുകയാണ്, കോൺട്രിബ്യൂട്ടറി പെൻഷൻ, പുതിയ പെൻഷൻ സ്കീം ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യും. എന്ത് നടപടി സ്വീകരിച്ചു? കോൺട്രിബ്യൂട്ടറി പെൻഷൻ നിർത്തി സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് കേരളത്തിൽ മാറാൻ വേണ്ടിയുള്ള എന്ത് നിയമ നടപടികൾ, എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? ശരി, പാക്കേജും വയനാട് പാക്കേജും കാസർഗോഡ് പാക്കേജും പ്രഖ്യാപിച്ചു.